വിഘ്നേശ്വരായ നമഃ. ഓം നമഃ ശിവായ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് രാഹു കേതുക്കളുടെ രാശിമാറ്റത്തെക്കുറിച്ചിട്ടാണ്. നിഴൽ ഗ്രഹങ്ങളായ അല്ലെങ്കിൽ ഛായാഗ്രഹങ്ങളായ രാഹുവും കേതുവും 1.5 വർഷത്തിന് ശേഷം രാശി മാറുകയാണ്. രാഹു മീനൻ രാശിയിൽ നിന്നും കുംഭൻ രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്കും 2025 മെയ് 18 ഞായറാഴ്ച വൈകിട്ട് 4:30 രാശി മാറുകയാണ്. രാഹുവും കേതുവും പുറകിലോട്ട് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ്. രാഹുവിനും കേതുവിനും പ്രത്യേക വീടുകളൊന്നും തന്നെ ഇല്ല. രാഹു ഒരു മായാഗ്രഹമാണ്. ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കാണിക്കും, ഉള്ളതിനെ 10 മടങ്ങ് വലുതായി കാണിക്കും. ഒരു ഇല്യൂഷണറി പ്ലാനറ്റാണ് രാഹു. അതേസമയം കേതു ഒരു ആത്മീയ ഗ്രഹമാണ്. ഡിറ്റാച്ച്മെൻറ്റിനെ സൂചിപ്പിക്കുന്നു. അകൽച്ച, കാണുന്നതെല്ലാം സത്യമല്ല എന്ന് നമ്മളെ ബോധിപ്പിക്കുന്നു. ജീവിതത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയാനുള്ള ഒരു താല്പര്യം നമ്മൾ ജനിപ്പിക്കും. ആത്മീയതയിൽ താല്പര്യം വർദ്ധിപ്പിക്കും. അങ്ങനെ രാഹുവും കേതുവും 2 പാപഗ്രഹങ്ങൾ രാശി മാറുമ്പോൾ പ്രപഞ്ചത്തിൽ എന്ന പോലെ മനുഷ്യരിലും ധാരാളം വ്യതിയാനം ഉണ്ടാക്കുന്നു. രാഹു കേതുക്കൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ ഉണ്ടാക്കും. ജാതകത്തിൽ ഇവ നിൽക്കുന്ന ഭാവമനുസരിച്ച് മാറ്റങ്ങൾ വരുന്നു. തൊഴിൽ, ബിസിനസ്, ആരോഗ്യം, സാമ്പത്തികം, ദാമ്പത്യം, ഭാഗ്യം, ആത്മീയത തുടങ്ങിയവയിലെല്ലാം തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. രാഹു മീനത്തിൽ നിന്നും ശനിയുടെ വീടായ കുംഭത്തിലേക്ക് മാറുമ്പോൾ നിലവിലെ ചിട്ടകളെ മറികടക്കുന്നു. ഡിസിപ്ലിൻ ഇല്ലാതാകുന്നു. പുതിയ പാതകൾ തേടാൻ പ്രേരിപ്പിക്കുന്നു. അതുപോലെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. ഒരു തീരുമാനമെടുക്കാൻ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കും. അതുപോലെ തന്നെ ആലോചിക്കാതെ പ്രവർത്തിക്കാൻ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരിക്കും. കേതു കന്നിയിൽ നിന്നും ചിങ്ങത്തിലേക്ക് മാറുമ്പോൾ അഹന്തയും അഹങ്കാരവും കൈവിടിയും. ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണിടും. സത്യസന്ധമായ മേൽനോട്ടം വഹിക്കാൻ പ്രേരിപ്പിക്കും. നഷ്ടങ്ങളുണ്ടാകും. മനോവേദന ഉണ്ടാകും. വൈകാരികതയിൽ നിന്നും പിന്തിരിയും. രാഹുകേതു രാശിമാറ്റം എല്ലാവർക്കും ഒരുപോലെ സ്വാധീനിക്കണമെന്നില്ല. രാഹുകേതു 12 രാശിക്കാരെയും ഏത് രീതിയിൽ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപായി നമ്മുടെ മാന്യ പ്രേക്ഷകർ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന പ്രേക്ഷകരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഗോചരത്തിൽ ഗ്രഹങ്ങൾ രാശി മാറുമ്പോൾ പൂർണ്ണമായ ഫലങ്ങൾ നൽകാറില്ല. ഈ ഒരു കാര്യം പ്രേക്ഷകർ നല്ലപോലെ മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങളുടെ ജനനകാല ജാതകത്തിൽ രാഹുകേതുക്കൾ നിൽക്കുന്ന സ്ഥാനവും നിലവിലെ ദശാഭുക്തിയും അനുകൂലമായി വന്നാൽ മാത്രമേ ഗുണഫലങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു സത്യം പ്രേക്ഷകർ മനസ്സിലാക്കി വയ്ക്കുക. ഇവിടെ പറയുന്നത് ഒരു പൊതുഫലമാണ്. ഗോചരഫലങ്ങൾ 20-30% മാത്രമേ ഫലങ്ങൾ നൽകാറുള്ളൂ. ഇനി നമുക്ക് 12 രാശിക്കാർക്കും രാഹുകേതു രാശിമാറ്റം എന്തൊക്കെ ഫലങ്ങളാണ് നൽകാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ പാദം ചേരുന്ന മേടൻ രാശിക്കാർക്ക് ഇപ്പോൾ രാഹു 12 സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി രാഹു 11 6 സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കേതു 5 രാശി മാറുന്നു. രാഹു സർവാഭിഷ്ട സ്ഥാനമായ 11 വരുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും. ഇപ്പോൾ 3 സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗുരുവിൻ്റെ ദൃഷ്ടി കൂടി രാഹുവിന് മേൽ വരുമ്പോൾ സാമ്പത്തിക ലാഭം ഉണ്ടാകും. സമൂഹ മധ്യത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. മുതിർന്ന സഹോദരങ്ങളുടെ സഹകരണം ഉണ്ടാകും. സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും ധനലാഭവും. ബിസിനസ് ചെയ്യുന്നവർക്ക് ധനനേട്ടം. എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക്, അതായത് സിനിമ, സീരിയൽ, സംഗീതം തുടങ്ങിയ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക്
പ്രശസ്തിയും ധനനേട്ടവും ഉണ്ടാകും. 11-ൽ രാഹു സഞ്ചരിക്കുന്നത് കുംഭൻ രാശിയിലാണ്. അതിൻ്റെ അധിപതിയായ ശനി 12-ൽ സഞ്ചരിക്കുന്നതിനാൽ വിദേശ യാത്രയുണ്ടാകും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ നേട്ടം, പ്രൊമോഷൻ, ശമ്പള വർധനവ് എന്നിവ പ്രതീക്ഷിക്കാം. അതുപോലെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് അധിക ലാഭം പ്രതീക്ഷിക്കാം. പ്രശസ്തരായവരെ കണ്ടുമുട്ടാനുള്ള അവസരമുണ്ടാകും. അവരുമായി സൗഹൃദം, അപ്രതീക്ഷിത ധനനേട്ടം, സുഹൃത്തുക്കളാൽ ആദായം, വീടും വസ്തുവും വാങ്ങാനുള്ള അവസരം, കുടുംബത്തിൽ ശുഭകാര്യങ്ങളൊക്കെ നടക്കുക, ഇങ്ങനെ പല വഴികളിലൂടെ ധനവും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും. സർക്കാർ സർവീസിലുള്ളവർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും ഉയർച്ചയുണ്ടാകും. ഒരുപാട് കാലമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരമുണ്ടാകും. കേതു നിങ്ങൾക്ക് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് 6-ലാണ്. ഇനി കേതു പഞ്ചമസ്ഥാനമായ 5-ൽ ചിങ്ങൻ രാശിയിൽ സഞ്ചരിച്ചു തുടങ്ങുന്നു. പൂർവ്വപുണ്യസ്ഥാനം എന്ന് കൂടി പറയുന്ന പഞ്ചമസ്ഥാനത്ത് കേതു വരുമ്പോൾ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. കുടുംബക്ഷേത്രം സന്ദർശിക്കും. കുട്ടികൾ മുഖാന്തരം മനോവേദന, പ്രണയിതാക്കൾക്കിടയിൽ വേർപിരിയൽ, സന്താനമുണ്ടാകാൻ കാലതാമസം, സമൂഹ മധ്യത്തിൽ ചില പേരുദോഷങ്ങൾ, ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഉദരസംബന്ധമായ രോഗം, തൊഴിൽ സ്ഥലത്ത് മേലധികാരികളുടെ സഹകരണമില്ലായ്മ, പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ, നേത്രരോഗം മുതലായവ ഉണ്ടാകാം. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് നല്ല സമയമല്ല. പഠനത്തിൽ തടസ്സങ്ങളുണ്ടാകും. വിജയിക്കണമെങ്കിൽ കഠിനാധ്വാനം തന്നെ വേണ്ടിവരും. മറ്റുള്ളവർ തെറ്റിദ്ധരിക്കപ്പെടുകയോ മറ്റുള്ളവരെ നിങ്ങൾ തെറ്റുകാരായി കാണുകയോ ചെയ്യും. പൂർവിക സ്വത്ത് സംബന്ധമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. പ്രതീക്ഷിച്ചിരുന്ന സ്വത്തോ വീടോ ലഭിക്കാൻ കാലതാമസം ഉണ്ടാകും. പൂർവ്വജന്മത്തിലെ ചില കർമ്മദോഷങ്ങളും ഈ സമയത്ത് അനുഭവിക്കേണ്ടതായി വരും. മാനസികമായി പ്രയാസം ഉണ്ടാകാനിടയുണ്ട്. ഷെയർ ട്രേഡിംഗ്, ഓഹരി കച്ചവടം മുതലായവയിൽ പണം കൂടുതലായി മുടക്കരുത്. സാമ്പത്തിക നേട്ടത്തിനായി കുറുക്കു വഴികൾ തേടരുത്. അഡ്വർടൈസിംഗ് ഇൻഡസ്ട്രി, ഡിസൈനിങ് രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് അവരുടെ കഴിവുകൾ വെളിപ്പെടുത്താൻ നല്ലൊരു അവസരമാണ് ഈ കാലഘട്ടം. അതുപോലെ തന്നെ മന്ത്രതന്ത്രങ്ങൾ, നിഗൂഢ വിദ്യ, ആത്മീയത, ഭക്തി ഇവയിലൊക്കെ താല്പര്യം വർദ്ധിക്കും. അപ്പോൾ മേടൻ രാശിക്കാർക്ക് രാഹു വളരെ നല്ല ഫലങ്ങൾ നൽകുമ്പോൾ കേതു ഇടകലർന്ന ഫലങ്ങളായിരിക്കും നൽകുന്നത്. നിങ്ങളുടെ ജനനകാല ജാതക ദശാഭുക്തിയും ജനനകാലത്തെ രാഹുകേതുക്കളുടെ സ്ഥാനവും അനുസരിച്ച് ഈ പറയുന്ന ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ്. ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിര്യം ആദ്യ 2 പാദം ചേരുന്ന ഇടവൻ രാശിക്ക് രാഹു 11-ൽ നിന്നും കർമ്മസ്ഥാനമായ 10-ൽ വരുന്നു. കേതു 5-ൽ നിന്നും സുഖസ്ഥാനമായ 4-ൽ ചിങ്ങൻ രാശിയിൽ സഞ്ചരിച്ചു തുടങ്ങുന്നു. ഈ രാഹുകേതു രാശിമാറ്റം ഇടവൻ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിൽ സംബന്ധമായി ചിലർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ചിലർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടതിന് ശേഷം വീണ്ടും ഒരു പുതിയ തൊഴിൽ ലഭിക്കും. ധനസ്ഥാനത്ത് സഞ്ചരിച്ചിരിക്കുന്ന വ്യാഴം കർമ്മസ്ഥാനത്തെ വീക്ഷിക്കുന്നതിനാൽ തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. പുതിയ ജോലി എന്തായാലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർ മറ്റുള്ളവരെയും, പ്രത്യേകിച്ച് പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർ പങ്കാളികളെയും സൂക്ഷിക്കേണ്ട സമയമാണ്. പുതിയ മുതൽ മുടക്കുകൾ സൂക്ഷിച്ചു ചെയ്യുക. വിദേശത്ത് ജോലി ചെയ്യുന്നവരും അവരുടെ ജോലി കാര്യത്തിലൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പുതിയ ജോലിക്കുള്ള വ്യക്തമായ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിയതിന് ശേഷം മാത്രം നിലവിലെ ജോലി വിടുക. ജോലിയിൽ നിങ്ങൾക്ക് പേരും പ്രശസ്തിയും ഒക്കെ ലഭിക്കുമെങ്കിലും നിങ്ങൾ എല്ലാ കാര്യത്തിലും ഒന്ന് ശ്രദ്ധിക്കുന്നതും നല്ലതാണ്. അവസരങ്ങളും പരീക്ഷണങ്ങളും അമിതമായ ആത്മവിശ്വാസവും രാഹു നൽകുന്നതിനാൽ അതീവ ശ്രദ്ധയും ആവശ്യമുള്ള കാലഘട്ടമാണ്. സിനിമ, സീരിയൽ, സംഗീത മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് പേരും പ്രശസ്തിയും ധനനേട്ടവും ഉണ്ടാകുന്നതാണ്. നനച്ചിരിക്കാത്ത സമയത്ത് ഭാഗ്യവും നിങ്ങളെ തേടിയെത്തും. രാഹു കർമ്മസ്ഥാനത്താണെങ്കിലും രാഹുവിന് വീട് നൽകിയ ശനി സർവാഭിഷ്ടസ്ഥാനമായ 11-ൽ നിൽക്കുന്നത് നല്ലതാണ്.
അതുപോലെ മീനൻ രാശിയിൽ 11 ശനിക്ക് വീട് നൽകിയ ഗുരു ധനസ്ഥാനമായ 2 നിൽക്കുന്നതും കർമ്മത്തിലെ രാഹുവിനെ വീക്ഷിക്കുന്നതും വളരെ നല്ല ഫലങ്ങൾ ഇടവൻ രാശിക്കാർക്ക് നൽകുന്നതാണ്. ഇടവൻ രാശിക്കാരായ നിങ്ങൾക്ക് കേതു 5 നിന്നും 4 വരുന്നത് അത്ര ഒരു ഗുണകരമായിട്ടുള്ള കാര്യമല്ല. സുഖസ്ഥാനമായ 4 കേതു വരുമ്പോൾ സുഖസൗകര്യങ്ങൾക്ക് കോട്ടം തട്ടും. മാതാവിന് രോഗദുരിതങ്ങൾ ഉണ്ടാകാം. നിലവിൽ രോഗമുള്ളവർ യഥാവിധി ചികിത്സ തേടേണ്ടതാണ്. വീട് വിട്ട് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകും. സ്വതന്ത്രമായി നിൽക്കണമെന്ന് തോന്നും. വീടിന് അല്ലെങ്കിൽ വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. ചിലർക്ക് വീട് വിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും. മാതാവിനെ വിട്ട് അകന്നു കഴിയും. വീട് മാറി താമസിക്കേണ്ട സന്ദർഭമുണ്ടാകും. മാതൃതുല്യരായവർക്ക് രോഗം മൂർച്ഛിക്കാം. ചിലർക്ക് വളരെ അടുത്തുള്ളവരുടെ വിയോഗമുണ്ടാകും. നിങ്ങൾക്ക് വസ്തുവകകൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകാം. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. അതുമായി ബന്ധപ്പെട്ട യാത്രകളും ഉണ്ടാകുന്നതാണ്. സ്വന്തം തെറ്റുകളെ അംഗീകരിക്കാതെ മറ്റുള്ളവരുടെ മേൽ കുറ്റം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. വാഹനം, വസ്തു അല്ലെങ്കിൽ മാതാവിൽ നിന്നുള്ള സന്തോഷം ഇല്ലാതാകും. മിഥുനൻ രാശി മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം ചേരുന്ന മിഥുനൻ രാശിക്ക് രാഹു ഇപ്പോൾ കർമ്മസ്ഥാനമായ 10 സഞ്ചരിക്കുന്നു. മെയ് 18 രാഹു 10 നിന്നും ഭാഗ്യസ്ഥാനമായ 9 സഞ്ചരിക്കാൻ പോകുന്നു. കേതു ഇപ്പോൾ 4 സഞ്ചരിക്കുകയാണ്. ഇനി 3 ചിങ്ങൻ രാശിയിൽ സഞ്ചാരം തുടങ്ങും. ദീർഘദൂര യാത്രകൾ ധാരാളം ഉണ്ടാകും. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. വിവാഹപ്രായമായ മിഥുനൻ രാശിക്കാർക്ക് വിവാഹം നടക്കും. പ്രണയിതാക്കൾ വിവാഹിതരാകും. പൂർവിക സ്വത്തിനു വേണ്ടി കാത്തിരുന്നവർക്ക് അവ ലഭിക്കും. കുടുംബക്ഷേത്രങ്ങൾ സന്ദർശിക്കും. മുടങ്ങിക്കിടന്ന വഴിപാടുകൾ നടത്താൻ സാധിക്കും. സമൂഹ മധ്യത്തിലും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. പുതിയ ഭാഷ പഠിക്കാൻ അവസരമുണ്ടാകും. ആരോഗ്യ സംബന്ധമായി സൂക്ഷിക്കേണ്ട സമയമാണ്. വെർട്ടിക്കോ അല്ലെങ്കിൽ കഴുത്തിന് വേദന ഉണ്ടാകും. ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ അലട്ടിക്കൊണ്ടേയിരിക്കും. പിതാവിന് രോഗദുരിതങ്ങൾ ഉണ്ടാകാം. നിങ്ങളുടെ ജീവിതശൈലിയിൽ മാറ്റമുണ്ടാകും. അടുത്ത 1.5 വർഷം ഭക്തി നിങ്ങൾക്ക് കൂടുതലുണ്ടായിരിക്കും. അടിക്കടി ക്ഷേത്രദർശനം നടത്തും. തടസ്സങ്ങൾ മാറും. സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കും. ലൗകിക ജീവിതത്തിനപ്പുറമുള്ള ആത്മീയതയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കും. ജീവസമാധികൾ സന്ദർശിക്കും. ഗുരു തുല്യവരായവരെയും കാണാൻ ആഗ്രഹിച്ച ഗുരുക്കന്മാരെയും കണ്ടുമുട്ടും. സന്താനത്തിനായി കാത്തിരുന്നവർക്ക് സന്താന യോഗമുണ്ടാകും. 2ാം വിവാഹത്തിനായി കാത്തിരുന്നവർക്ക് വിവാഹം നടക്കും. സ്വന്തം ആരോഗ്യകാര്യത്തിലും പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ വേണം. മകയിരം നക്ഷത്രത്തിൽ ജനിച്ച മിഥുൻ രാശിക്കാർക്ക് പൂർവിക സ്വത്ത് ലഭിക്കും. സഹോദരങ്ങളുമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ തീരും. തിരുവാതിര നക്ഷത്രക്കാർ തീർച്ചയായും വിദേശത്ത് പോകും. നിലവിൽ വിദേശത്തുള്ളവർക്ക് നല്ല സമയമായിരിക്കും. അതുപോലെ ജോലിയിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറും. പുതിയ ജോലി ലഭിക്കും. ചിലർക്ക് ആൺ സന്താനമുണ്ടാകാൻ യോഗവും കാണുന്നു. പുണർദം നക്ഷത്രത്തിൽ ജനിച്ച മിഥുനൻ രാശിക്കാർ ലൗകിക ജീവിതത്തിൽ നിന്നും അകന്നു നിൽക്കും. ചിലർ സന്യാസത്തെക്കുറിച്ച് ചിന്തിക്കും. എന്നാൽ അതിലേക്ക് മനസ്സ് പിന്നീട് പോകില്ല. ഒരേ സമയം പലവിധ ചിന്തകൾ നിങ്ങളെ അലട്ടിക്കൊണ്ടേയിരിക്കും. ചിലർക്ക് സർക്കാർ സംബന്ധമായി നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറി ഉദ്ദേശിച്ച കാര്യം നടന്നു കിട്ടും. എല്ലാ കാര്യങ്ങളിലും ധൈര്യവും ആത്മവിശ്വാസവും മിഥുന രാശിക്കാർക്ക് ഉണ്ടാകുന്നതാണ്. കർക്കിടകൻ രാശി പുണർദം അവസാന കാൽപാദം, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകൻ രാശിക്കാർക്ക് രാഹു 9 നിന്നും 8 അതായത് കുംഭൻ രാശിയിലേക്കും കേതു 3 നിന്നും 2 അതായത് ചിങ്ങൻ രാശിയിലേക്കും സഞ്ചരിക്കുന്നു. മെയ് 18 ഞായറാഴ്ച വൈകിട്ട് 4:35 രാഹുകേതുക്കൾ രാശി മാറുന്നത്. അഷ്ടമത്തിൽ സഞ്ചരിച്ച ശനി ഭാഗ്യസ്ഥാനത്ത് മാറിയപ്പോൾ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിച്ച രാഹു അഷ്ടമത്തിലേക്ക് വരുന്നു. പക്ഷേ രാഹുവിൻ്റെ അഷ്ടമത്തിലെ ദോഷഫലങ്ങൾ ഗുരു
12 നിന്നുകൊണ്ട് രാഹുവിനെ ദൃഷ്ടി ചെയ്യുന്നതിനാൽ വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ നേടാൻ കഴിയും. എന്നിരുന്നാലും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. രോഗം വന്ന് ഒരു വലിയ പ്രശ്നമാകുന്നതിന് മുന്നേ തന്നെ വിദഗ്ധ ചികിത്സയിലൂടെ ഭേദമാകും. പ്രത്യേകിച്ച് കഴുത്തിന് മുകളിലുള്ള ഭാഗങ്ങളിൽ രോഗങ്ങളുണ്ടാകാം. വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട സമയമാണ്. സ്വന്തം രക്തബന്ധത്തിലുള്ളവർ തന്നെ ചതിക്കാൻ നോക്കും. രേഖകളിൽ ഒപ്പുവയ്ക്കുമ്പോൾ വായിച്ച് മനസ്സിലാക്കി മുതിർന്നവരുമായി അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം ഒപ്പുവയ്ക്കുക. മുതിർന്ന സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും കണ്ണുമടച്ച് വിശ്വസിക്കാതിരിക്കുക. പണം തിരിച്ചു കിട്ടാനുള്ളവർക്ക് കുറച്ചായി മാത്രമേ ലഭിക്കൂ. ചിലർക്ക് അപ്രതീക്ഷിതമായ ചില നല്ല സംഭവങ്ങൾ ഉണ്ടാകാം. കുടുംബത്തിൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകും. ചിലർക്ക് കേസ് വഴക്കുകൾ ഉണ്ടാകാം. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ചില സർജറികൾ വേണ്ടിവരും. കുടുംബം വിട്ടു നിൽക്കേണ്ട സന്ദർഭമുണ്ടാകും. നിങ്ങളുടെ വാക്കുകൾ സൂക്ഷിക്കുക. ആർക്കും വാക്ക് കൊടുക്കാതിരിക്കുക. ചിലവുകൾ അധികരിക്കും, വരവ് കുറയും, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കും. ഈ അവസരത്തിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ ധനം വന്നു ചേരാനും യോഗം കാണുന്നു. പുണർതം നക്ഷത്രക്കാർ അവരുടെ കടങ്ങൾ തീർക്കും. പൂയം നക്ഷത്രക്കാർക്ക് ജോലിയിൽ മുന്നേറ്റമുണ്ടാകും. പുതിയ പദവികൾ ലഭിക്കും. ആയില്യ നക്ഷത്രക്കാർക്ക് രോഗദുരിതങ്ങൾക്ക് സാധ്യത കാണുന്നു. അതുപോലെ ഡോക്യുമെൻസിലൊക്കെ ഒപ്പുവയ്ക്കുമ്പോഴും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതായത് ചില രേഖകൾ മൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അത് എഴുതി വച്ചിരിക്കുന്നതിലോ അല്ലെങ്കിൽ പുതിയതായി എന്തെങ്കിലും എഴുതി ചേർക്കുമ്പോഴോ വലിയ തെറ്റുകൾ കടന്നുകൂടിയേക്കാം. അത് നിങ്ങൾ സൂക്ഷിക്കുക. അതുപോലെ ഓഫീസിലുള്ളവർ ഇമെയിലൊക്കെ അയച്ച് കുടുങ്ങാനുള്ള സാധ്യത കാണുന്നു. ഇമെയിലോ മറ്റ് അറിയിപ്പൊക്കെ വരുമ്പോൾ എടുത്തു ചാടി മറുപടി കൊടുക്കാതെ ആലോചിച്ചതിന് ശേഷം അതിന് മറുപടി കൊടുക്കുക. ഇൻഷുറൻസ് മൂലം പണം ലഭിക്കും. പൊതുവെ രാഹു കേതുക്കൾ കർക്കിടകൻ രാശിക്കാർക്ക് അനുകൂലമല്ലാത്ത ഭാവങ്ങളിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും രാഹുവിനെ കൊണ്ട് വലിയ ദോഷങ്ങൾ ഉണ്ടാകില്ല. അവരവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഗുണദോഷ ഫലങ്ങൾ ഉണ്ടാകാം. ജനനകാല ജാതകത്തിൽ രാഹുകേതുക്കളുടെ സ്ഥാനവും ഇപ്പോഴത്തെ ദശാഭുക്തിയും അനുകൂലമാണെങ്കിൽ കർക്കിടകൻ രാശിക്കാർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ചിങ്ങൻ രാശി. മകം, പൂരം, ഉത്രം, ആദ്യകാൽപാദം ചേരുന്ന ചിങ്ങൻ രാശിക്കാർക്ക് മെയ് 18 രാഹു 8 നിന്നും 7 കേതു 2 നിന്നും ജന്മത്തിലേക്കും രാശി മാറുന്നു. അഷ്ടമശനി നടക്കുന്ന സമയമാണ് ചിങ്ങൻ രാശിക്കാർക്ക്. എന്നിരുന്നാലും ചിലർക്ക് വിവാഹം നടക്കും. മറ്റു മതങ്ങളിൽ നിന്നും ആയിരിക്കുമെന്ന് മാത്രം. ചിലരുടെ ഇടയിൽ ദാമ്പത്യ ജീവിതത്തിൽ അലോസരങ്ങളുണ്ടാകാം. അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം അകന്നു കഴിയേണ്ടി വരാം. ഗുരുവിൻ്റെ ദൃഷ്ടി 7-ാം ഭാവത്തിൽ രാഹുവിന് മേൽ വരുന്നതിനാൽ ഇതിനൊക്കെ ഒരു പരിഹാരം നിങ്ങൾ കണ്ടെത്തും. പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർ കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ്. പങ്കാളികൾക്കിടയിൽ വാഗ്വാദങ്ങൾ ഉണ്ടായാലും അത് പരസ്പരം സംസാരിച്ച് തീർക്കാൻ കഴിയുന്നതാണ്. പുതിയ നിക്ഷേപങ്ങളൊന്നും നടത്തരുത്. ആർക്കും ജാമ്യം നിൽക്കരുത്. പണം സംബന്ധമായ കാര്യങ്ങളിൽ ഇടപെടരുത്. രേഖകളിൽ ഒപ്പുവയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക. പൊതുസമൂഹത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി ഒറ്റപ്പെട്ട് കഴിയാൻ തോന്നും. മനോവേദനയും ഡിപ്രഷനും ഉണ്ടാകും. പല കാര്യങ്ങളിലും ഒരു പുനർചിന്ത ആവശ്യമായി വരും. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട പോലെ നിങ്ങൾക്ക് തോന്നും. ആത്മീയതയിൽ താല്പര്യം വർദ്ധിക്കും. ചില കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ നിങ്ങൾക്ക് കഴിയും. ബന്ധങ്ങളിൽ നിന്നും കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അകന്നു കഴിയാൻ തോന്നും. സ്വയം അവരവരെ തന്നെ ചോദ്യം ചെയ്യും. ചുരുക്കത്തിൽ ഒരു ആത്മപരിശോധന നടത്തുന്ന സമയമായിരിക്കും. ആരുടെയും കാര്യത്തിൽ ഇടപെടാതിരിക്കാൻ ശ്രമിക്കുക. കാരണം രാഹു നിങ്ങളെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നതിനാൽ അത് സൂക്ഷിക്കുക. അറിഞ്ഞോ അറിയാതെയോ സ്നേഹബന്ധത്തിൽ പെടാൻ സാധ്യത കാണുന്നു. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായവർ മറ്റു മതസ്ഥരായവരെ ജീവിത സഖിയാക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. അത് നിങ്ങൾ സൂക്ഷിക്കുക. പിന്നീട് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നതാണ്. ഭാവിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരും. ജാതകത്തിൽ രാഹുകേതുക്കൾ 3, 6, 10, 11 ഭാവങ്ങളിൽ നിൽക്കുകയും ഇപ്പോഴത്തെ ദശാഭുക്തി അനുകൂലമായി വരികയും ചെയ്താൽ
വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കില്ല. ഇത് ഒരു പൊതുഫലമാണെന്ന് കൂടി പ്രേക്ഷകർ മനസ്സിലാക്കുക. കന്നിരാശി. ഉത്രം അവസാന 3 പാദങ്ങൾ, അത്തം ചിത്തിര ആദ്യ 2 പാദങ്ങൾ ചേരുന്ന കന്നിരാശിക്ക് 7-ൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന രാഹു ഇനി മെയ് 18 മുതൽ 6-ലും കേതു ജന്മത്തിൽ നിന്നും 12-ലേക്കും മാറുന്നത് വളരെ വളരെ നല്ല ഫലങ്ങളായിരിക്കും നൽകുന്നത്. 7-ൽ നിന്നുകൊണ്ട് രാഹു പലവിധ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ, അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്കും പലവിധ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. പേരുദോഷം, ശത്രുദോഷം, മനസ്വസ്ഥത കുറവ്. എന്നാൽ ഇനി ഇവയൊക്കെ മാറി മനസ്സന്തോഷം രാഹു നൽകുന്നതാണ്. 10-ൽ നിൽക്കുന്ന ഗുരു രാഹുവിനെ ദൃഷ്ടി ചെയ്യുന്നത് വഴി സാമ്പത്തികാഭിവൃദ്ധി ഉണ്ടാകും. കടങ്ങൾ തീർക്കാൻ കഴിയും. ശത്രുക്കൾ ഇല്ലാതെയാകും. രോഗം മാറും. ബാങ്കുകൾ നിങ്ങൾക്ക് ലോൺ തരാൻ തയ്യാറായി നിൽക്കും. ജോലിയിൽ നിലനിന്നിരുന്ന പ്രതിസന്ധികൾ മാറും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടും. പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ലഭിക്കും. പ്രൊമോഷൻ, ശമ്പള വർധനവ്, ആഗ്രഹിച്ച സ്ഥലത്ത് ട്രാൻസ്ഫർ മുതലായവ ലഭിക്കുന്നതാണ്. അവരവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. വിവാഹ തടസ്സം മാറും. അകന്നു കഴിഞ്ഞ ദമ്പതികൾ ഒരുമിക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് വിദേശത്ത് പോയി പഠിക്കാൻ സാധിക്കും. ജന്മനാട് വിട്ട് താമസിക്കും. അത് ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താലോ ആയിരിക്കും. ആത്മീയതയിൽ താല്പര്യം വർദ്ധിക്കും. മന്ത്രതന്ത്രാദികളിൽ താല്പര്യമുണ്ടാകും. മഹാക്ഷേത്രങ്ങൾ സന്ദർശിക്കും. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നല്ല സംഭവങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടും. ജന്മരാശിയിൽ നിന്നുകൊണ്ട് കേതു നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു കാണും. ഇനി ആ വിഷമങ്ങൾ മാറും. നിങ്ങളെ ശത്രുക്കളായി കണ്ടവർ മിത്രങ്ങളായി മാറും. ഇനി നിങ്ങൾക്ക് നല്ല സുഖനിദ്ര ലഭിക്കുന്നതാണ്. മനസ്സിലെ അസ്വസ്ഥത മാറിക്കിട്ടും. നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രം ഒരു പ്രാവശ്യമെങ്കിലും സന്ദർശിച്ച് യഥാവിധി വഴിപാടുകൾ ചെയ്യുക. അതുപോലെ തന്നെ ഗണപതി ക്ഷേത്രം സന്ദർശിച്ച് വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണിത്. അന്യസ്ഥലത്ത് പോയി വസ്തുവകകൾ വാങ്ങാൻ ചിലർക്ക് പ്രാപ്തമുണ്ടാകും. കന്നിരാശിയിലെ ഉത്തര നക്ഷത്രക്കാർക്ക് ജോലിയിൽ മുന്നേറ്റവും അധ്വാനത്തിനുള്ള അംഗീകാരവും ഉണ്ടാകും. അത്ര നക്ഷത്രക്കാർക്ക് മാതാവിൻ്റെ ആരോഗ്യനിലയിൽ മെച്ചമുണ്ടാകും. വീട് മാറി താമസിക്കും. ചിത്തിര നക്ഷത്രക്കാർക്ക് കേസ് വഴക്കുകൾ തീരും. പുതിയ ആൾക്കാരെ ശ്രദ്ധിക്കേണ്ടതാണ്. സ്നേഹം നടിച്ചു വരുന്നവർ ചിലപ്പോൾ നിങ്ങൾക്ക് അപകടങ്ങൾ വരുത്തി വയ്ക്കാം. നിങ്ങൾക്ക് സമ്പാദിക്കാനുള്ള ആർവം ഉണ്ടാകും. അതനുസരിച്ച് ജോലിക്കുള്ള അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. പൊതുവെ കന്നിരാശിക്കാർക്ക് രാഹുകേതു രാശിമാറ്റം വളരെ നല്ല ഫലങ്ങളായിരിക്കും നൽകുന്നത്. തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം ചേരുന്ന തുലാം രാശിക്ക് രാഹു 6-ൽ നിന്നും 5-ലേക്കും കേതു 12-ൽ നിന്ന് 11-ലേക്കും മെയ് 18 മുതൽ സഞ്ചരിച്ചു തുടങ്ങുന്നു. പഞ്ചമസ്ഥാനത്തെ രാഹുവിൻ്റെ സഞ്ചാരവും അവിടേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയും വരുന്നതിനാൽ പ്രശസ്തിയും പദവിയും നിങ്ങൾക്ക് ലഭിക്കും. എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ, അതായത് സിനിമ, സീരിയൽ, സംഗീതം മുതലായ മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഇനി രാജയോഗമാണ്. നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടും. ഷെയർ മാർക്കറ്റ്, ഷെയർ ട്രേഡിംഗ്, ലോട്ടറി, ചിട്ടി മുഖാന്തരം ധനനേട്ടം. സന്താനത്തിനായി കാത്തിരുന്നവർക്ക് ആൺ സന്താനമുണ്ടാകാൻ യോഗം. കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടാകും. പേരും പ്രശസ്തിയും നിങ്ങളെ തേടിയെത്തും. ഭാഗ്യസ്ഥാനത്ത് നിന്നും പഞ്ചമസ്ഥാനത്ത് സഞ്ചരിക്കുന്ന രാഹുവിനെ ഗുരു ദൃഷ്ടി ചെയ്യുന്നതിനാൽ അപ്രതീക്ഷിതമായ നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. കുടുംബക്ഷേത്രം സന്ദർശിച്ച് വഴിപാടുകൾ നടത്തുന്നത് ഗുണഫലങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കും. കുട്ടികൾ മൂലം നല്ല വാർത്തകൾ കേൾക്കാൻ ഇടവരും. 11-ൽ സർവാഭിഷ്ടസ്ഥാനത്ത് കേതു വരുന്നതും വളരെ നല്ല ഫലങ്ങൾ തുലാം രാശിക്കാർക്ക് നൽകുന്നതാണ്. ഗുരുക്കന്മാരെ സന്ദർശിച്ച് അവർക്ക് പാദപൂജ ചെയ്യുന്നതും കാൽ തൊട്ട് വന്ദിക്കുന്നതും മുന്നോട്ടുള്ള ജീവിത വിജയത്തിന് അനുഗ്രഹം ലഭിക്കുന്നതാണ്. ജീവിതം മാറി മറിയുന്ന സമയമായിരിക്കും തുലാരാശിക്കാർക്ക്. എല്ലാ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് സഹായ സഹകരണങ്ങൾ ഉണ്ടാകും.
തുലാം രാശിയിലെ ചിത്തിര നക്ഷത്രക്കാർക്ക് വീട് വാങ്ങാനുള്ള യോഗവും ചോതി നക്ഷത്രക്കാർക്ക് ഒരു ലക്ഷറി കാർ വാങ്ങാനുള്ള യോഗവും കാണുന്നു. അതുപോലെ തന്നെ വിദേശത്ത് പോകാനും ചോതി നക്ഷത്രക്കാർക്ക് യോഗമുണ്ടാകും. വിശാഖ നക്ഷത്രക്കാർക്ക് കുട്ടികൾ മൂലം സന്തോഷവും പ്രണയം സാഫല്യവുമാകും. പൊതുവെ തുലാം രാശിക്കാർക്ക് അടുത്ത 1.5 വർഷം സുവർണ കാലഘട്ടമായിരിക്കും. ഓർക്കുക, ഇതൊരു പൊതുഫലമാണ്. ജാതക ദശാഭുക്തി അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. വൃശ്ചികൻ രാശി. വിശാഖം അവസാന കാൽപാദം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികൻ രാശിക്ക് രാഹു 5-ൽ നിന്ന് 4-ലേക്കും കേതു 11-ൽ നിന്നും 10-ലേക്കും മെയ് 18-ന് രാശി മാറുന്നു. രാഹു മീനത്തിൽ നിന്ന് കുംഭത്തിലേക്കും കേതു കന്നിയിൽ നിന്നും ചിങ്ങത്തിലേക്കും രാശി മാറുകയാണ്. വൃശ്ചികൻ രാശിക്കാർ പൊതുവെ കഠിനാധ്വാനം ചെയ്ത് മുന്നേറുന്നവരാണ്. ഉള്ള ജോലി നഷ്ടപ്പെടുത്താതിരിക്കാൻ ഈ സമയത്ത് ശ്രമിക്കുക. ജോലി മാറാനുള്ള പ്രവണതയുണ്ടാകും, പക്ഷേ നിങ്ങളുടെ ഈഗോ മൂലം അത് കൈവിടരുത്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും തൊഴിൽ മുന്നേറ്റമുണ്ടാകും. ചില വൃശ്ചികൻ രാശിക്കാർ വളരെ മനോഹരമായ വീട് കെട്ടുന്നതാണ്. കൺസ്ട്രക്ഷൻ, എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് മുതലായ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. വാഹനമില്ലാത്തവർ ഒരു ചെറിയ വാഹനമെങ്കിലും വാങ്ങാൻ ശ്രമിക്കും. വാഹനം ഉള്ളവർ അത് മാറ്റി പുതിയ വാങ്ങാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ മാതാവുമായി അനാവശ്യ വഴക്കുകൾ ഒഴിവാക്കുക. ഒരു പക്ഷേ നിങ്ങളുടെ അമ്മ തന്നെ ഒരു വഴക്ക് തുടങ്ങിയാലും അത് സംസാരിച്ച് വലുതാക്കാൻ നിൽക്കരുത്. കുട്ടികളെ കൂടുതൽ നിയന്ത്രിക്കാൻ നോക്കരുത്. അവർ പഠനത്തിൽ മികവ് കാട്ടിക്കൊള്ളും. ഗവൺമെൻറ് ജോലി ചിലർക്ക് അനുകൂല ദശാഭുക്തി നടക്കുകയാണെങ്കിൽ ലഭിക്കുന്നതാണ്. വിദേശത്ത് RP, PR, GC, സിറ്റിസൺഷിപ്പ് മുതലായവയ്ക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്നതാണ്. വിദേശത്ത് വീട് വാങ്ങാൻ ചിലർക്ക് യോഗമുണ്ടാകും. ചിലർ മാതാവിനെ വിദേശത്ത് കൊണ്ടുപോവുകയും ചെയ്യും. നിങ്ങൾ ജോലിക്കാര്യത്തിൽ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. ജോലി സ്ഥലത്ത് ചില ബുദ്ധിമുട്ടുകളോ മനോവേദനയോ ഉണ്ടാകാം. അപ്പോൾ വിചാരിക്കും, ഈ ജോലി വിട്ട് വേറെ ജോലി നോക്കുന്നതാണ് നല്ലതെന്ന്. എന്നാൽ ഇത് തെറ്റായ തീരുമാനമായിരിക്കും. ആയതിനാൽ ജോലി വിടരുത്. എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുക. അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്ക് പരീക്ഷണ ഘട്ടമായിരിക്കും. ലാഭം കുറയാം. പുതിയ നിക്ഷേപങ്ങൾക്കൊന്നും നിൽക്കരുത്. പുറമേ നിന്നുള്ള ഒരാൾ മുഖാന്തരം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാതെ സൂക്ഷിക്കുക. മറ്റുള്ളവർ വിമർശിക്കുന്നത് കാര്യമാക്കാതിരിക്കുക. നിങ്ങൾ വ്യായാമം, മെഡിറ്റേഷൻ ശീലമാക്കണം. രക്തദാനം ചെയ്യുക. വൃശ്ചികൻ രാശിയിലെ വിശാഖ നക്ഷത്രക്കാർക്ക് പഠനത്തിൽ മികവുണ്ടാകുന്നതാണ്. വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു വീട് കെട്ടാൻ സാധിക്കും. അതുപോലെ വീട് വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നവർക്കും ആഗ്രഹം സാധിക്കും. ഏതെങ്കിലും ആരാധനാലയത്തിന് സമീപമായിരിക്കും നിങ്ങൾ വീട് വാങ്ങുന്നതോ കെട്ടുന്നതോ. കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക. അനിഴ നക്ഷത്രക്കാർ എന്താണോ മനസ്സിൽ കൊണ്ടുവരുന്നത് ആ ആഗ്രഹം സബലീകരിക്കും. ജോലി മാറ്റം, സ്ഥലം മാറ്റം എന്നിവ കുറച്ച് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മാതാവുമായി അഭിപ്രായ വ്യത്യാസം വരാതെ നോക്കുക. നിങ്ങളുടെ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. ദൈവാധീനക്കുറവുള്ളൊരു സമയമാണ്. അതുപോലെ തന്നെ ഒരു കാര്യത്തിനും മധ്യസ്ഥത വഹിക്കാൻ പോകരുത്. അവനവൻ്റെ കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോവുക. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പഠനം, ഉയർന്ന വിദ്യാഭ്യാസം, ഉദ്യോഗം, ജോലിയിൽ അംഗീകാരം, വീട് കെട്ടാനുള്ള ഭാഗ്യം മുതലായവ ഉണ്ടാകും. ഇതൊരു പൊതുഫലമാണ്. നിങ്ങളുടെ ജനനകാല ദശാഭുക്തി അനുകൂലമായി വരുന്ന പക്ഷം നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽപാദം ചേരുന്ന ധനുരാശിക്ക് രാഹു 4-ൽ നിന്ന് 3-ലേക്കും, അതായത് മീനത്തിൽ നിന്ന് കുംഭത്തിലേക്കും, കേതു 10-ൽ നിന്നും കന്നിരാശിയിലേക്കും, അതായത് 9-ാം ഭാവത്തിലേക്കും മെയ് 18-ന് രാശി മാറുന്നു. ധനുരാശിയുടെ രാശിനാഥനായ വ്യാഴം 7-ൽ നിന്നുകൊണ്ട് രാശിയെ തന്നെ ദൃഷ്ടി ചെയ്യുന്നത് എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും.
3-ൽ സഞ്ചരിക്കുന്ന രാഹുവിനെയും ഗുരു ദൃഷ്ടി ചെയ്യുന്നതിനാൽ കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞവരൊക്കെ ഒത്തുചേരും. പ്രത്യേകിച്ച് ഇളയ സഹോദരങ്ങൾ നിങ്ങളെ തേടിയെത്തും. അവരുടെ പിണക്കം മാറും. യാത്രകൾ മൂലം നേട്ടമുണ്ടാകും. മാർക്കറ്റിംഗ്, പ്രിൻറ്റിംഗ്, മീഡിയ, ആർക്കിടെക്ചറൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ നേട്ടമുണ്ടാകും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പേരും പ്രശസ്തിയും സ്ഥാനമാനങ്ങളുമൊക്കെ ലഭിക്കുന്നതാണ്. നിങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾക്കെല്ലാം വിജയമുണ്ടാകും. നിങ്ങളുടെ പേര് ദോഷം മാറും. നിങ്ങളുടെ പഴയ മൊബൈൽ, കമ്പ്യൂട്ടർ, ക്യാമറ തുടങ്ങിയ ഏതെങ്കിലും ഗാഡ്ജറ്റ്സ് നിങ്ങൾ മാറി വാങ്ങിക്കുന്നതാണ്. അതായത് പുതിയവ നിങ്ങൾ വാങ്ങിക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പടിപടിയായി നടന്നു കിട്ടും. നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് PCOD കംപ്ലൈൻ്റ് ഉള്ളതൊക്കെ യഥാവിധി ചികിത്സിച്ച് ഭേദമാക്കേണ്ടതാണ്. ജോലിയിൽ നിങ്ങൾക്ക് മുന്നേറ്റമുണ്ടാകും. അംഗീകാരം ലഭിക്കും. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും. വ്യക്തിപരമായി നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന സമയമാണ്. ഷെയർ മാർക്കറ്റ്, ട്രേഡിംഗ്, ലോട്ടറി എന്നിവയിൽ പണം മുടക്കുന്നതിനെക്കുറിച്ച് 2 വട്ടം ആലോചിക്കേണ്ടതാണ്. ധനുരാശിയിലെ മൂല നക്ഷത്രക്കാർക്ക് ഒരു ഇൻഡ്യൂഷൻ ഉണ്ടാകുന്നതാണ്. അതായത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ കഴിയും. ഗുരുക്കന്മാരുടെയും അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. ധാരാളം ക്ഷേത്രങ്ങൾ സന്ദർശിക്കും. അവസരങ്ങൾ കിട്ടുന്നത് വേണ്ടെന്ന് വയ്ക്കാതെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക. പൂരാട നക്ഷത്രക്കാർക്ക് വാഹനയോഗം, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ അവസരം, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങും. പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകും. ഉത്രാടം നക്ഷത്രക്കാരും സർക്കാർ സർവീസിൽ ജോലിയുള്ളവർക്കും തൊഴിലഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും സർക്കാർ ജോലി ആഗ്രഹിച്ചവർക്കും ജോലി ലഭിക്കും. പ്രത്യേകിച്ച് ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ലഭിക്കാൻ സാധ്യത കാണുന്നു. അതുപോലെ MNC മുതലായ വൻകിട കമ്പനികളിൽ ജോലി സാധ്യത കാണുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ മുതിർന്ന സഹോദരങ്ങളുടെ വിവാഹവും നടക്കുന്നതാണ്. ഇതൊരു പൊതുഫലമാണെന്നുള്ള കാര്യം പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം ചേരുന്ന മകരം രാശിക്ക് രാഹു 3-ൽ നിന്നും 2-ലേക്കും കുംഭൻ രാശിയിലും കേതു 9-ൽ നിന്ന് 8-ലേക്കും അതായത് ചിങ്ങൻ രാശിയിലേക്കും മെയ് 18-ന് രാശി മാറുന്നു. അടുത്ത 1.5 വർഷത്തേക്ക് പണത്തിന് നിങ്ങൾക്ക് ഒരു പഞ്ചവും ഉണ്ടാകില്ല. പണം ധാരാളം വരുന്നതാണ്. കുടുംബത്തിൽ മനസ്സന്തോഷം, മംഗളകർമ്മം എന്നിവ ഉണ്ടാകും. ശനി ഉപജയസ്ഥാനമായ 3-ൽ സഞ്ചരിക്കുന്നത് മകരം രാശിക്ക് കൂടുതൽ ഗുണം ചെയ്യും. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. അനാവശ്യ വാഗ്വാദങ്ങൾ ഒഴിവാക്കുക. ചിലർക്ക് നാസികയിൽ, മൂക്കിൽ രോഗം വരാൻ സാധ്യത കാണുന്നു. ശ്വാസതടസ്സങ്ങൾ ഉണ്ടാകാം. സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. അഷ്ടമത്തിലെ കേതു ചില ചില്ലറ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഉദരസംബന്ധമായ രോഗം, കഴുത്തിന് വേദന, പൈൽസ് തുടങ്ങിയവ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. തൊഴിൽ രംഗം മെച്ചപ്പെടും. കടം തീർക്കാൻ കഴിയും. ശത്രുക്കൾ ഒഴിഞ്ഞു മാറും. വാഹനം കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷിക്കുക. ചില സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാനഹാനി സംഭവിച്ചേക്കാം. അപകട സാധ്യത കൂടിയ സമയമാണ്. അനാവശ്യമായ ഭയം വർദ്ധിക്കും. ജീവിതത്തിലെ ചില പ്രധാന കാര്യങ്ങൾ രഹസ്യമാക്കി വയ്ക്കും. വിഷജന്തുക്കളിൽ നിന്നും ചിലർക്ക് വിഷാംശം ഉണ്ടാകാം. മന്ത്രതന്ത്രങ്ങളിലും ആത്മീയതയിലും താല്പര്യം വർദ്ധിക്കും. നിഗൂഢ ശാസ്ത്രങ്ങൾ പഠിക്കും. മകരം രാശിയിലെ ഉത്രാട നക്ഷത്രക്കാർക്ക് നേത്രരോഗമുണ്ടാകാം. നിങ്ങൾ സംസാരത്തിൽ ശ്രദ്ധിക്കണം. നിങ്ങൾ ചോദിക്കുന്ന സ്ഥലത്തു നിന്നും പണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് ചിലവുകൾ വർദ്ധിക്കും. അത് ശുഭചിലവുകളായിരിക്കും. നിങ്ങളുടെ പെൺസന്താനങ്ങൾക്കുള്ള വിവാഹമോ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിനോ വേണ്ടി പണം ചിലവഴിക്കും. അതേപോലെ തന്നെ സന്താനത്തിനായി കാത്തിരുന്നവർക്ക് പെൺസന്താനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിട്ട നക്ഷത്രക്കാർക്ക് പ്രവൃത്തിയിലും സംസാരത്തിലും സൂക്ഷിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ വീട്ടിൽ മംഗളകാര്യങ്ങൾ നടക്കും. ജാതക ദശാഭുക്തി അനുസരിച്ച് നിങ്ങൾക്ക് അനുകൂല സമയമാണെങ്കിൽ മികച്ച ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കുംഭൻ രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരുരുട്ടാതി ആദ്യ 3 പാദം ചേരുന്ന കുംഭൻ രാശിക്ക് രാഹു 2-ൽ നിന്നും ജന്മത്തിൽ, അതായത് നിങ്ങളുടെ രാശിയിലേക്ക് മെയ് 18-ന് സഞ്ചരിക്കുന്നു.
കേതു 8 നിന്നും 7 സഞ്ചാരം തുടങ്ങും. ജന്മത്തിലെ രാഹു എല്ലാ കാര്യങ്ങളിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഉറക്കക്കുറവ്, അനാവശ്യ ചിന്തകൾ, ചെറിയ കാര്യങ്ങൾ പോലും വലുതായി കണ്ട് പ്രശ്നങ്ങളിലേക്ക് പോവുക എന്നിവ ഉണ്ടാകാം. പക്ഷേ പഞ്ചമസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഗുരുവിൻ്റെ ദൃഷ്ടി ജന്മത്തിൽ രാഹുവിൽ വരുന്നതിനാൽ ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികളൊക്കെ നിങ്ങൾ പരിഹരിച്ച് മുന്നേറുന്നതാണ്. ഒരു ധൈര്യവും ആത്മവിശ്വാസവും ലഭിച്ചു തുടങ്ങും. ധാരാളം പേർക്ക് ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ദമ്പതിമാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അതുപോലെ അകൽച്ചയും ഉണ്ടാകുന്നതാണ്. പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കും. അത് നല്ലതോ ചീത്തയോ എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അന്യ ആൾക്കാരെ കണ്ണുമടച്ച് വിശ്വസിക്കരുത്. ഉദര സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാം. ബിസിനസ് ചെയ്യുന്നവർ കുറച്ച് കരുതലെടുക്കുക. സർക്കാർ സർവീസിലുള്ളവർക്ക് മാനഹാനി ഉണ്ടാകാം. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതായി വരും. 7 കേതുവിൻ്റെ സഞ്ചാരം കുംഭൻ രാശിക്കാർക്ക് അനുകൂലമല്ല. ജാതക ദശാഭുക്തി അനുകൂലമല്ലാത്തവർക്ക് ജീവിത പങ്കാളിയുമായി അകന്നു കഴിയുകയോ അല്ലെങ്കിൽ വിവാഹമോചനത്തിനായി ശ്രമിക്കുകയോ ചെയ്യേണ്ടതായി വരും. ജീവിത പങ്കാളിക്ക് രോഗങ്ങൾ വരാം. യഥാവിധി ചികിത്സ തേടേണ്ടതാണ്. കുംഭൻ രാശിയിലെ അവിട്ട നക്ഷത്രക്കാർക്ക് ചില ആഗ്രഹങ്ങൾ സാധിക്കും. ധനപ്രാപ്തി ഉണ്ടാകും. ചതയ നക്ഷത്രക്കാർക്ക് വിദേശ യാത്ര ഉണ്ടാകും. വിദേശത്തുള്ളവർക്ക് സമയം കുറച്ച് അനുകൂലമായിരിക്കും. അന്യമതത്തിൽപ്പെട്ടവരുമായി പ്രേമബന്ധങ്ങൾ ഉണ്ടാകും. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കഠിന പരിശ്രമത്തിന് ശേഷമായിരിക്കും വിജയം. എന്നാലും അവർക്ക് ദൈവാധീനം ധാരാളം ഉണ്ടാകുന്നതിനാൽ വിചാരിച്ച കാര്യങ്ങൾ സാധിച്ചെടുക്കും. മീനൻ രാശി. പൂരുരുട്ടാതി അവസാന കാൽപാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന മീനൻ രാശിക്ക് രാഹു ജന്മത്തിൽ നിന്ന് മാറുന്നത് വളരെ അനുഗ്രഹമാണ്. രാഹു ഇനി 12 കുംഭൻ രാശിയിൽ സഞ്ചരിക്കുന്നു. കേതു 7 നിന്നും 6 ചിങ്ങൻ രാശിയിൽ സഞ്ചരിക്കുന്നത് മീനൻ രാശിക്ക് നല്ല ഫലങ്ങളായിരിക്കും നൽകുന്നത്. 12 സഞ്ചരിക്കുന്ന രാഹു നിങ്ങൾക്ക് വിദേശ യാത്രായോഗം നൽകും. ദീർഘകാലമായി വിദേശയാത്രയ്ക്ക് പദ്ധതി ഇട്ടവർക്ക് ആഗ്രഹം സാധിക്കും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക. ദന്തരോഗം, നേത്രരോഗം മുതലായവ ശല്യപ്പെടുത്തിയേക്കാം. കഴുത്തിന് വേദന, കാൽപാദത്തിനടിയിൽ വേദന തുടങ്ങിയവ ഉണ്ടാകാം. മനസ്സിന് കുറച്ച് സ്വസ്ഥത കിട്ടുന്ന സമയമായിരിക്കും. തീരുമാനങ്ങൾ എടുക്കാനും മറ്റുള്ളവരെ വിശ്വസിക്കാനും ബുദ്ധിമുട്ടിയിരുന്ന മീനൻ രാശിക്കാർക്ക് ഇനി എല്ലാ കാര്യങ്ങളിലും വ്യക്തത വന്നു തുടങ്ങും. വിവാഹത്തിന് ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് മാംഗല്യ യോഗം. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് വിദേശത്ത് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ യോഗമുണ്ടാകും. ചെറിയ സ്റ്റാർട്ടപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അനുകൂല സമയം. അതുപോലെ വിദേശ രാജ്യത്ത് തൊഴിൽ തേടുന്നവർക്ക് മികച്ച ജോലി ലഭിക്കും. ഷെയർ ട്രേഡിംഗ്, ഊഹക്കച്ചവടം, ലോട്ടറി മുതലായവയിൽ നിന്ന് ധനം വന്നു ചേരും. മറ്റ് ഭാഷ സംസാരിക്കുന്നവരിൽ നിന്നും നിങ്ങൾക്ക് സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ വിദേശത്ത് കഴിയുന്നവർക്ക് PR, RP, GC, സിറ്റിസൺഷിപ്പ് മുതലായവ ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്നതാണ്. ഇതോടൊപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ജന്മശനി കാലഘട്ടമാണെന്ന് ഓർക്കുക. വാഹനം കൈകാര്യം ചെയ്യുന്നതൊക്കെ സൂക്ഷിച്ചു വേണം. നിങ്ങളെ പിരിഞ്ഞു പോയവരൊക്കെ തിരിച്ചു വരുന്നതാണ്. ചില രഹസ്യ യാത്രകളും രഹസ്യ ബന്ധങ്ങളും ഈ സമയത്തുണ്ടാകും. ഗുരുവിൻ്റെ ദൃഷ്ടി രാഹുവിൽ വരുന്നതിനാൽ ശുഭചിലവുകൾ ഉണ്ടാകും. വിചാരിച്ച കാര്യങ്ങൾ സാധിക്കും. അപ്രതീക്ഷിത ഭാഗ്യം നിങ്ങളെ പിന്തുണയ്ക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂല സമയമായിരിക്കും. നേരത്തെ നടക്കാതെ പോയ കാര്യങ്ങൾ ഇപ്പോൾ നടന്നു കിട്ടും. നിങ്ങളുടെ മനോവിഷമങ്ങൾ മാറിക്കിട്ടുന്നതാണ്. ഇപ്പോൾ 7 സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കേതു ഇനി 6 ചിങ്ങൻ രാശിയിൽ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ നിലവിൽ എന്തെങ്കിലും കേസ് വഴക്കുകൾ ഉണ്ടെങ്കിൽ അവ പരിഹരിക്കാൻ സാധിക്കും. വലിയ കടങ്ങൾ മൂലം ബുദ്ധിമുട്ടിയവർക്ക് ആ കടം തീരും. രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നവർക്ക് രോഗം ശമിക്കും. അത് ഭേദമായി വരുന്നതാണ്. ശത്രുക്കൾ നിങ്ങളിൽ നിന്നും അകന്നു പോകും. ദമ്പതിമാർക്കിടയിലെ പിണക്കം മാറും. അഭിപ്രായ വ്യത്യാസം മാറും. പരസ്പരം മനസ്സിലാക്കാൻ കഴിയും. അകന്ന് കഴിഞ്ഞവർ ഒത്തുചേരും. കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ ചിലർ ഡിവോഴ്സായി കാണും. അവർക്ക് രണ്ടാമത് വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശ്രമിച്ചാൽ നടക്കുന്നതാണ്. സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നവരുടെ ദുരിതങ്ങൾ മാറിക്കിട്ടും.
മേലധികാരികളുടെ ശല്യം കുറയും. തൊഴിൽ മേന്മ ഉണ്ടാകുന്നതാണ്. തൊഴിൽ മാറ്റമുണ്ടാകും. മീനൻ രാശിയിലെ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ശുഭചിലവുകൾ ഉണ്ടാകും. ജോലി മാറ്റം, ആശുപത്രി ചിലവുകൾ എന്നിവ ഉണ്ടാകുന്നതാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർ സമാധാനപരമായി ഇടപെടുക, കോപം കുറയ്ക്കുക, അനാവശ്യ സംസാരങ്ങൾ നിയന്ത്രിക്കുക. രേവതി നക്ഷത്രക്കാർക്ക് അവസരങ്ങൾ തേടിയെത്തും. അത് ജോലിയായാലും മറ്റ് ഏത് കാര്യമാണെങ്കിലും 2 ചാൻസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾ സമാധാനം പാലിക്കുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സമയോചിതമായി നടന്നു കിട്ടുന്നതാണ്. നിങ്ങളുടെ ജാതക ദശാഭുക്തി അനുകൂലമാണെങ്കിൽ കൂടുതൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവ.